ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മതസ്പർദ്ധയുടെ സാധ്യത വളർത്തുന്ന സംഘടിതമായ രാഷ്ട്രീയ ബന്ധിതമായ ഒരുപാട് വിഷയങ്ങൾ നിലവിലുണ്ട്. ആ വിഷയങ്ങളെ തുടർന്ന് മനുഷ്യർക്കിടയിൽ പോലും വ്യത്യസ്തമായ ചേരികളും അഭിപ്രായ ഭിന്നതകളും രൂപം കൊള്ളുന്ന കാലത്ത് വീണ്ടും അത് വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ചില കപട നാടകങ്ങളുമായി വ്യക്തിപരമായി ചിലർ മുന്നേറിയപ്പോൾ കേരള ഹൈക്കോടതി ഇന്നതിന് കടിഞ്ഞാണിടാനെടുത്ത തീരുമാനം അഭിനന്ദനാർഹമാണ്. അഭിനന്ദനാർഹമെന്ന് മാത്രമല്ല, അതിനെ ഹൃദയം കൊണ്ട് കൈയടിച്ച് അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ വിധിയുടെ പശ്ചാത്തലത്തിൽ ശക്തമായ നടപടികളെടുക്കാൻ തുനിഞ്ഞ കേരള പോലീസിനും അഭിനന്ദനം. ആദ്യമൊക്കെ ഇതുപോലെ കാട്ടിക്കൂട്ടുമ്പോൾ എല്ലാവർക്കും വലിയ ആവേശമായിരുന്നു. ജസ്ന സലീം എന്ന് പറയുന്നൊരു പെൺകുട്ടി തലയിൽ തട്ടമിട്ട് കൃഷ്ണചിത്രങ്ങൾ വരച്ച് അതുകൊണ്ട് നിന്ന് സമ്മാനമായി ഗുരുവായൂരിൽ കൊടുക്കുകയും അതെല്ലാം ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ എല്ലാവരും അങ്ങോട്ട് വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോഴത്തെ കാലം അങ്ങനെ ഒരു കാലമാണല്ലോ. വേറെ ഏതെങ്കിലും ഒരു ജാതിക്കാരൻ മറ്റേതെങ്കിലും ജാതിയെ അംഗീകരിച്ച് പറയുകയോ അഭിനന്ദിച്ച് പറയുകയോ ചെയ്താൽ പിന്നെ വലിയ ജഗപുകയാണ്. എന്നാൽ പിന്നീട് ഇതിൻ്റെ ലക്ഷ്യമെന്താണ്, ഇതിൻ്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പിന്തുണച്ചവരും കൈയടിച്ചവരുമൊക്കെ നിരാകരിച്ചു, നിഷേധിച്ചു. എന്നിട്ടും അതിൽ നിന്നൊന്നും പാഠം പഠിക്കാതെ വീണ്ടും അഭ്യാസവും അഭിനയവുമായി ജസ്നാത്ത തിളങ്ങി നിന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കലാപശ്രമത്തിന് കേസെടുക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെടുകയും കേരള പോലീസ് FIR ഇട്ട് അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ജസ്ന സലീം എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. സലീം എന്ന് പറയുന്ന ഭർത്താവ് ദുബൈയിൽ എവിടെയോ ആണ് എന്ന് പറയപ്പെടുന്നു. സാധാരണ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വകതിരിവുണ്ടാകേണ്ടതാണ്, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയുന്ന കുടുംബജീവിതത്തിനിടയിൽ. എന്നാൽ അങ്ങനെ ഉണ്ടാകുന്നതിന് പകരം അത് പ്രോത്സാഹിപ്പിക്കുകയും ആസ്വദിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ ഒടുവിൽ ഇതുപോലെയുള്ള കെടുതാപ്പിൽ ചെന്ന് പെടുന്നത് സ്വാഭാവികം. ഏതായാലും ഇനി അത് ആവർത്തിക്കില്ല എന്ന് തന്നെ വിചാരിക്കാം. ഇങ്ങനെ അഭ്യാസം കാണിക്കുന്നവർക്കുള്ള ഒരു താക്കീത് കൂടിയാവണം കേരള ഹൈക്കോടതിയുടെ ഈ വിധി. ജസ്ന സലീമിനെ നിങ്ങൾക്കൊക്കെ അറിയാം. കൃഷ്ണ ചിത്രം വരച്ചുകൊണ്ട് അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുകയും പ്രധാനമന്ത്രി വന്നപ്പോഴോ മറ്റോ കാണിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. അതിന് ഭയങ്കര പിന്തുണയായിരുന്നു. അങ്ങനെ ഇത് കേട്ട് ഈ പിന്തുണ നൽകുമ്പോൾ ആ ചെയ്യുന്ന ആളിൻ്റെ പേരും അതുമൊക്കെയാണ് വലിയ ആവേശമുണ്ടാക്കിയത്. അന്ന് ഭയങ്കര തെറിവിളിയും ബഹളവും അവരുടെ മതത്തിൽ നിന്ന് തന്നെയുള്ള പ്രൊഫൈലുകളിൽ നിന്നായിരുന്നു. എന്നാൽ അന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു മറുപക്ഷം. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു. ഇവർ ആദ്യമൊക്കെ പോയി ഇങ്ങനെ ചെയ്യുന്നത് അങ്ങോട്ട് തുടർന്നതിന് ശേഷം പിന്നീട് നടയിൽ കൊണ്ടുവച്ച് കേക്ക് മുറിക്കലായി, പിന്നെ അതിൻ്റെ അപ്പുറത്ത് അഭ്യാസമായി, എല്ലാമായി. എല്ലാ ക്ഷേത്രങ്ങൾക്കും ദേവാലയങ്ങൾക്കും അവിടെയുള്ള ആചാര മര്യാദകളുണ്ട്. ആ മര്യാദകൾ അവിടെ പോകുന്ന വിശ്വാസികൾ പാലിക്കേണ്ടതുണ്ട്, അവിശ്വാസികൾ ആ ആചാര മര്യാദകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രവേശനമില്ലാത്തൊരു സ്ഥലത്ത് കയറി പ്രവേശിച്ച് ഒന്നും നേടാനില്ല. ഇനി അഥവാ പ്രവേശിക്കണമെങ്കിൽ ഈ പറഞ്ഞ മേൽവിലാസമൊക്കെ മാറ്റി വിശ്വാസമൊക്കെ മാറി തങ്കമണിയോ ചെല്ലമ്മയോ പൊന്നുമണിയോ ഒക്കെ ആയാൽ അത് സാധിക്കുന്നതേ ഉള്ളൂ. അതിനു പകരം ഇങ്ങനെ തന്നെ നിന്നുകൊണ്ട് ആദ്യം കിട്ടിയ കയ്യടിയുടെ ഒരു സുഖത്തിലും തണുപ്പിലും അഭ്യാസം തുടരുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കേരള ഹൈക്കോടതിയാണ് വളരെ കർശനമായ നിർദ്ദേശം കൊടുത്തത്. ഇത് മതസ്പർദ്ധ വളർത്തുന്നതിനുള്ള ഒരു ഗൂഢശ്രമമായി, കലാപമുണ്ടാക്കാനുള്ള ഒരു ഗൂഢശ്രമമായി ഇതിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ന്യായ സംഹിത 2023 192, 353(3), 298, 223(b) എന്നീ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ FIR ഇട്ട് ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇങ്ങനെ പേര് വെച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന കുറേ പേരുണ്ട്. നമ്മുടെ സുന്നത്ത് കല്യാണ വിദഗ്ധനായ ആരിഫ് ഹുസൈനുമൊക്കെ ആ ഗണത്തിൽ വരുന്നവരാണ്. ആ പേര് കിടക്കുന്നത് കൊണ്ടാണ് ആ മാർക്കറ്റ്. അതിൻ്റെ അടിയിലാണ് ഈ ആവേശം അലതല്ലി കിടന്ന് ബഹളം വെക്കുന്നത്. യഥാർത്ഥത്തിൽ കോടതി അത്തരം കാര്യങ്ങൾ കൂടി നിരീക്ഷിക്കേണ്ടതുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഒരു വിശ്വാസത്തെയും അത്തരം കാര്യങ്ങളെയും അപമാനിക്കാൻ, അത് ക്ഷേത്രത്തിനകത്തായാലും പുറത്തായാലും പള്ളിക്കകത്തായാലും പുറത്തായാലും ബോധപൂർവം അതിൽ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുന്നവരെയും ചെയ്യുന്നവരെ മോശമാക്കുക, അവരെക്കുറിച്ച് വ്യാജകഥകൾ പറയുക, അവരെക്കുറിച്ച് ഏറ്റവും തരംതാണ പദപ്രയോഗം നടത്തുന്ന കുറേ പേരുണ്ട്. ജാമിദയെപ്പോലെ, ആരിഫ് ഹുസൈനെ പോലെ ഒക്കെയുള്ള കുറേ പേർ. ഏതായാലും FIR-ൽ
അവർ സൂചിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. പോലീസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീഡിയോഗ്രാഫി നിരോധിച്ചിട്ടുള്ള ഉത്തരവ് നിലനിൽക്കെ ആയതിനു വിരുദ്ധമായി മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട പ്രതി പ്രകോപനം സൃഷ്ടിച്ച് ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ കലാപമുണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി 10/3/2025 തീയതിക്കും 19/3/2025 തീയതിക്കും ഇടയ്ക്കുള്ള ഏതോ സമയത്ത്, ഈ സമയം ഇസ്ലാം മത വിശ്വാസികളുടെ നോമ്പുകാലം കൂടിയാണ്, അത് ഓർക്കണം, ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ സമീപത്തുള്ള ഭണ്ഡാരത്തിന് മുകളിലുള്ള ശ്രീകൃഷ്ണ ലോക വിഗ്രഹത്തിൽ വിവിധ നിറത്തിലുള്ള കടലാസ് കൊണ്ടുണ്ടാക്കിയ മാല ചാർത്തി ആയത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ക്ഷേത്ര ആചാര്യ മര്യാദയ്ക്ക് ലംഘനം വരുത്തിയതാണ് കാര്യം. ഈ കേസാണ് ഇപ്പോൾ FIR ഇട്ട് രജിസ്റ്റർ ചെയ്ത് ജസ്ന സലീമിനെതിരെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ വിവിധ ഇടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം അഭ്യാസങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോധപൂർവം തൻ്റെ പേരും വിശ്വാസവുമൊക്കെ അതുതന്നെയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടും അല്ലാതെയും അതിൻ്റെ ഒരു പങ്കുപറ്റി മറുപക്ഷത്തെ തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയും ആ വിശ്വാസത്തെ അവഹേളിക്കുകയും ചെയ്യുമ്പോൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതും അതിൻ്റെ അടിയിൽ വന്ന് എല്ലാ വൃത്തികെട്ട കമൻറ്റുകളും എഴുതുന്ന കുറേ ഞരമ്പ് രോഗികളുടെ പിന്തുണയാണ് ഇവർക്ക് ലഭിക്കുന്നത്. ആ പിന്തുണ ഇവർക്ക് വരുമാനമാണ്. ആരിഫ് ഹുസൈനെ പോലെ അക്കൗണ്ട് നമ്പർ കൊടുത്ത് കിട്ടുന്ന വരുമാനം കൂടാതെ മറ്റ് രീതിയിലും ഇത് ശേഖരിച്ച് സുഖകരമായി ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഹൈക്കോടതി ഒരു വിധി നൽകിയിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു. അവരവർക്ക് വിശ്വസിക്കാനും അവരവർക്ക് ഇഷ്ടമുള്ള വിശ്വാസത്തിൽ തുടരാനുമുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. അതിൻ്റെ അടയാളം മറ്റാരുടെയെങ്കിലും വികാരത്തെ വ്രണപ്പെടുത്തലോ അവരെ അപമാനിക്കലോ ഇതുപോലെ ക്ഷേത്ര ആചാരങ്ങളുടെ മര്യാദ ലംഘിക്കലോ ഒന്നും ആകാൻ പാടില്ല. അതിനെ തടയുക തന്നെ വേണം. ശക്തമായ നടപടി ഉണ്ടാവട്ടെ.